ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. വൈകുണ്ഠ ഏകാദശി ഇന്ന് 12:30 തുടങ്ങാണ് കേട്ടോ. ദശമി ഇന്നലെ തുടങ്ങി. സ്വർഗവാതിൽ ഏകാദശി എല്ലാവരും എടുത്തു കാണുമെന്നറിയാം. എങ്കിലും ആരെങ്കിലും മറന്നെങ്കിൽ വേഗം അതിന് റെഡി ആയിക്കോളൂ. ഞാൻ 2 ദിവസമായി നേരത്തെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോവാൻ തുടങ്ങി. ഇന്ന് തിരുവമ്പാടി കൃഷ്ണക്ഷേത്രത്തിൽ പോയി കണ്ണനെ കണ്ടു. വീണ്ടും അനുവാദം ചോദിച്ചു, അനുഗ്രഹം ചോദിച്ചു. അപ്പോൾ ഇളനീർ മാത്രം കുടിച്ച് വ്രതം എടുക്കാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം കണ്ണൻ എന്നോട് പറഞ്ഞു, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കട്ട് ചെയ്ത് വേണം വ്രതം എടുക്കാൻ. ശരിയാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് ഇളനീർ. അതുകൊണ്ട് ഞാൻ ഏകാദശി വ്രതത്തിൽ അത് കട്ട് ചെയ്യുകയാണ്. ഭക്ഷണത്തെ നിയന്ത്രിക്കുന്നത് മാത്രമല്ല വ്രതം, നമ്മുടെ മനസ്സ് ശുദ്ധമാക്കാനും പലതിനോടുള്ള നമ്മളുടെ ഭ്രമം കുറയ്ക്കാനും ഒക്കെയാണ് കേട്ടോ. നാരായണ നാമം ഫുൾ ടൈം ജപിക്കാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ ഭഗവാന്റെ ഏതെങ്കിലും കീർത്തനം ഫുൾ ടൈം വെച്ചോളൂ. അറിയാതെ നമ്മളും അതിനൊപ്പം മൂളിക്കോളും. നാളെ 10:23 ഏകാദശി കഴിയുമെങ്കിലും 11-ാം തീയതി വ്രതം മുറിക്കാം. പൂർണ്ണ ഉപവാസം 10:23 വരെ എടുത്താൽ മതി. കഴിയുമെങ്കിൽ ഫുൾ എടുത്തോളൂ. എടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഉണ്ടാവുമല്ലോ. എല്ലാവർക്കും വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഓം നമോ ഭഗവതി വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.